വൈകിട്ട് 5:45 ഞാൻ ജോലി ചെയ്യുന്ന ഡോക്ടർ പ്രസ് ക്ലബിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി അവിടെ കടയിൽ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ പ്രസ് ക്ലബിന്റെ ഈ ഇറങ്ങി വരുന്ന ഭാഗത്തുനിന്ന് കുറച്ച് കിഴക്ക് ഭാഗത്തായിട്ട് അവിടെ ഒരു സ്റ്റേഷനറി കടയുണ്ട്. സുഭാഷ് എന്ന് പറയുന്ന എനിക്ക് പരിചയമുള്ളൊരു നമ്മുടെ ഒരു പയ്യനാണ്. സുഭാഷിന്റെ കടയിൽ ഞാൻ ഇടയ്ക്ക് പോയി സംസാരിച്ചേക്കാറുണ്ട്. അപ്പൊ ഞാൻ സുഭാഷിന്റെ കടയിലേക്ക് പോകുന്ന വഴി തന്നെ എന്നെ മനോരമ ലേഖകൻ ചെറിയാച്ചൻ ജോസ് എന്നെ ഫോണിൽ വിളിക്കുക. ഞങ്ങൾ തമ്മിൽ സംസാരം നടന്നുകൊണ്ടിരിക്കെ ഞാൻ സുഭാഷിന്റെ കടയുടെ മുമ്പിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ മാട്ടുപുറത്തുള്ള TS ഷൈബി എന്നുള്ളയാളും രാജേന്ദ്ര പ്രസാദ് PS രാജേന്ദ്ര പ്രസാദ് എന്നയാളും കൂടി എന്റെ മുന്നിലൂടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് KR ബേക്കറിയുടെ പുറകിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആലിന്റെ അടുത്തേക്ക് പോയി എന്നെ കവർ ചെയ്ത് പോയി കഴിഞ്ഞ് ഇവര് തിരിഞ്ഞു നിൽക്കുകയും എന്നെ ഫോൺ നേരെ നിന്ന് അസഭ്യം പറയുകയും ചെയ്യണം. അപ്പൊ ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കണോണ്ട് ഞാൻ എനിക്ക് ഇവരോടൊന്നും പറയാനില്ല. ഞാൻ കൈകൊണ്ട് നിങ്ങൾ പൊയ്ക്കുന്നുള്ള രീതിയിൽ ഞാൻ കൈകൊണ്ട് ഒരു ആക്ഷൻ കാണിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് മനോരമ ലേഖകനുണ്ട് ഈ സമയത്തെല്ലാം. പെട്ടെന്ന് ഷൈബി തിരിച്ചു വരികയും ഷൈബി വന്ന് നിന്നെ കൊല്ലും, പിന്നെ കൊല്ലുമെന്നാണ് പറയണത്. വാർത്ത കൊടുത്തതിന്റെ പേരിൽ കൊല്ലുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക രാജേന്ദ്ര പ്രസാദ് ഒരല്പം മാറി റോഡിൽ നിൽക്കുകയാണ്. രാജേന്ദ്ര പ്രസാദ് കൈകൊണ്ട് ഇങ്ങനെ കിഴക്കോട്ട് നോക്കി ഇങ്ങനെ കാണിച്ചു. കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നത് ഞാൻ കണ്ടു. കാരണം ഞാൻ വടക്കോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്, ഷൈബി തെക്കോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. കാണിച്ചപ്പോ അവിടെ നിന്ന് 2 പേര് പെട്ടെന്ന് വന്നു. ഒരു കാവ്യം കൊണ്ടുകൊടുത്ത ഒരു 40-42 വയസ്സ് തോന്നിക്കുന്ന ഒരാളും ഒരു പാൻറ്റൊക്കെ ഒരു പച്ച ഷർട്ടാണെന്ന് തോന്നുന്നു എന്റെ ഓർമ്മയില്. ഒരാളും വന്നു പെട്ടെന്ന് ഈ കാവ്യം കൊണ്ടുകൊടുത്ത ആളിന്റെ വലത് കവിളിന്റെ ഈ ഭാഗത്ത് 2 വട്ടം ശക്തമായി ഇടിച്ചു. ഷൈബി അതേ സമയത്ത് തന്നെ ഇവിടുന്ന് ഷൈബിയും കയ്യേറ്റം ചെയ്ത സ്ഥിതി ഉണ്ടായി. അപ്പൊ തന്നെ ഞാൻ പെട്ടെന്നൊന്ന് പതറിപ്പോയി. പെട്ടെന്ന് ഈ പച്ച ഷർട്ടിട്ട പയ്യൻ എന്തോ ഷർട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇടിക്കുന്നത് എന്റെ ശ്രദ്ധയപ്പെട്ടു. സ്വാഭാവികമായിട്ട് ഞാനൊന്ന് പകച്ചുപോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തലയ്ക്കടിക്കുകയാണെന്നാണ് കരുതിയത്. ഞാൻ തല വെട്ടിച്ചപ്പോ തല ചെന്ന് ആ കടയുടെ ഭിത്തിയിലടിച്ചു, ഭിത്തിയിലിങ്ങനെ മുട്ടി. സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ നിന്ന് എനിക്ക് ചെറിയൊരു ഛർദ്ദിക്കുന്ന ഒരു പ്രശ്നം വന്നു. ഞാൻ അവിടെ നിന്ന് പോരുകയാണ് ചെയ്തത്, ഹോസ്പിറ്റലിലേക്ക് പോരുകയാണ് ചെയ്തത്. വാർത്ത കൊടുത്തത് ഇവരെല്ലാം പ്രതികളായി. ഈ 2 പേരും പ്രതികളായിട്ടുള്ള ഷൈബി ചേന്ദമംഗലം സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ വിജിലൻസ് കേസിൽ പ്രതി ചേർത്തിട്ടുള്ള ആളാണ്. സഹകരണ വകുപ്പികളെ പ്രതിയായി കണ്ടെത്തിയിട്ടുള്ളതാണ്. ഇത് ഞാൻ വാർത്ത കൊടുത്തിട്ടുണ്ട്. കൂടാതെ CPM-ന്റെ ഒരു അംഗവും കൂടിയായിട്ടുള്ള പഞ്ചായത്ത് P തമ്പി എന്ന് പറയുന്ന ആള് 12 ലക്ഷം രൂപ മേടിച്ച് പറ്റിച്ചൊരു കേസിൽ സ്വാഭാവികമായിട്ട് തമ്പി ഇത്രയും വർഷങ്ങളായിട്ടുള്ള അടുപ്പമുള്ള ഒരാളാണ് പാർട്ടി എന്നുള്ളതിലേക്ക്. തമ്പി മരിച്ചതുമായി ബന്ധപ്പെട്ട് എറണാകുളം സ്റ്റേഷനിൽ ഞാൻ ഉൾപ്പെടെ 3 പേർ എനിക്ക് തമ്പിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഷൈബി പണം മേടിച്ചതും ഈ പണം തിരിച്ചു കിട്ടാനായിട്ട് ഞാൻ ഇടപെട്ടതുമാണ്. സ്വാഭാവികമായിട്ട് ഉണ്ടായ വിഷയം മരിക്കുന്നതിന് മുൻപുള്ള സംഭവം വരെ എനിക്കറിയാവുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് പോലീസ് എന്നെ വിളിക്കുകയും ഞാൻ അതനുസരിച്ച് പോയി മൊഴി കൊടുക്കുകയും ചെയ്തു. പിന്നെ ഈ ചേന്ദമംഗലം ബാങ്കിന്റെ വിഷയം ബന്ധപ്പെട്ട് വാർത്ത കൊടുത്തു. ഇതല്ലാതെ ഞാൻ ഷൈബിയെ വ്യക്തിപരമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ അപമാനിക്കുകയോ മോശപ്പെടുത്തുകയോ വ്യക്തിഹത്യ ചെയ്യുകയോ സോഷ്യൽ മീഡിയയുടെ അല്ലാതെ നേരിട്ടോ ചെയ്തിട്ടില്ല. രാജേന്ദ്ര പ്രസാദിന് അങ്ങനെ തന്നെ CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന TR ബോസാട്ടിനെതിരെ വളരെ മോശം പരാമർശം നടത്തിയതിന് ബോസാട്ടൻ കോടതിയിൽ കംപ്ലൈന്റ് കൊടുത്തു, കേസ് എടുക്കേണ്ട സ്ഥിതി ഉണ്ടായി. സ്വയമായിട്ട് അധികം വാർത്ത കൊടുത്തു. അതുപോലെ തന്നെ മാഞ്ഞാലിയിലുള്ള ഒരു LC എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പരാതിയിൽ ആലുവ വെസ്റ്റ് പോലീസ് കേസ് എടുത്തിരുന്നു. അതൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം FIR ഉള്ളതാണ്. വടക്കേക്കര സഭയുമായി ബന്ധപ്പെട്ട കേസിലും ഇതുപോലെ വാർത്ത കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 3-4 വാർത്ത പോലീസ് FIR ഇട്ട കേസിൽ കൊടുക്കുക എന്നുള്ളത് പത്രക്കാരെന്നുള്ള പോലെയൊക്കെ എന്റെ ജോലിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വേറെ മറ്റൊന്നും ഞാൻ ഇത്തരത്തിൽ ചെയ്തിട്ടില്ല.